everyone, welcome back to my channel. If you're new here, I'm Adrisha Raji, third year med student in China. Today is a brand new day, full of new opportunity to crush our goals and make progress on our own dreams. Let's dive in. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി തന്നെ ഓരോ വീക്കെൻഡും കുട്ടികൾക്കായി ഓരോ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനൊരു ഇവൻ്റ് ആയിരുന്നു സ്വിച്ചറിങ്. ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഇവൻ്റാണ്. ഏത് ഇയറിലുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനും ഇതിലേക്ക് പങ്കെടുക്കാം. കൂടുതലും ഇതിനകത്ത് പഠിപ്പിക്കുന്നത് നമ്മളെ നോട്ട്സ് ഇടാനും പിന്നെ സ്റ്റിച്ചിങ് ചെയ്യാനുമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ക്ലിനിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലൊന്ന് ഞാൻ ട്രൈ ചെയ്തിരുന്നു. ബട്ട് എന്നാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ മറന്നുപോയി. ഒന്ന് പൊടി തട്ടിയെടുക്കാന്നുള്ള രീതിയിൽ ഒന്നും കൂടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂച്ചറിങ് ആണ്. അതൊരു വുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അപ്പോൾ അതെങ്ങനെ സൂച്ചർ ചെയ്യാമെന്നാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. സോ മെയിനായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂച്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞൊക്കെ തരും. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ലുക്ക് ലൈക്ക് ആഫ്റ്റർ സ്വിച്ചർ. സോ ഇത് നമ്മൾ സൂച്ചർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മുറിവിന് നീളമുണ്ട് അത്ര അനുസരിച്ചാണ് നമ്മൾ നോട്ട്സ് ഇടുക. ഇതിപ്പം ഞാൻ എടുത്തേക്കുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ലെങ്തി ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു 10-11 നോട്ട്സ് അതിലേക്ക് വന്നിട്ടുണ്ട്. സോ ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്യാണ്, നമ്മൾ നോട്ടിട്ടതെല്ലാം. Okay guys, we're done for now. She's still not the process. I'm the one who done first. No, she only did 2 notes. I'm the one who did the whole notes. Actually, I did 10. And I removed them. You also, I forget to count. 4, 5, 6, 7, 8, 9, 10. Okay, I also did 10 notes. No, 11 notes I did. Oh my god. Extra one. Now we headed back from hospital to take our bike. Yeah. It's feeling like sunny, but it's too cold. സോ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി രാവിലെ ഞങ്ങളൊരു 10 ഒക്കെ ആയപ്പോഴത്തേന് ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ ഒന്നും തന്നെ കഴിച്ചില്ല. എന്നാൽ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ 3 പേരും കൂടെ വണ്ടിയെടുത്ത് ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഓൺ ദ വേ ദേർ
ഫുഡൊക്കെ വാങ്ങിച്ചു. അവിടെ തന്നെ ഞാൻ കഴിച്ചു. ഇച്ചിരി ഓയിലിയും ക്രിസ്പി ആയിട്ടുള്ള ഫുഡായിരുന്നു. പ്രതീക്ഷിച്ചത്ര ടേസ്റ്റ് വന്നില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഹോസ്പിറ്റൽ ഇവൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് നമുക്കൊരു യോഗ ഇവൻ്റ് കൂടെ ഉണ്ടായിരുന്നു. സോ അതിന് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആയിരുന്നു, എല്ലാവരും ബ്രേക്കിംഗ് ചെയ്യുന്നത്. സോ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സോ ഞാനൊന്ന് ട്രൈ ചെയ്തു. Not gonna lie, my whole album's about you. Wrote it all 2 a.m. in my bedroom. Pacing around, writing the same line again. Not gonna lie, can't get you out of my head. All we had is written on paper, things I've already said over and over. But there's just one thing left, trapped in my melodies, you can't escape. I keep tracing back a memory, my mistake. I swear that after this I'll rip out the page. I know it feels wrong, I let you write my song. Keep writing about you, I keep writing about you, I keep writing about you. I let you write my songs. 2 p.m. saw a movie on a Monday, and I swore that I'd marry you someday. I say I won't, but I always do. Look at me, I still write about you. All we had is written on paper, things I've already said over and over. But there's just one thing left, trapped in my melodies, you can't escape. I keep tracing back a memory, my mistake. I swear that after this I'll rip out the page. I know it feels wrong, I let you write my song. Keep writing about you, I keep writing about you, I keep writing about you. I let you write my song. Keep writing about you, I keep writing about you, I keep writing about you. I let you write my songs. So I have almost 2.5 hours for studying, and after this I have to go back to my dance section. Today it's a rehearsal, first rehearsal. We have to give the first rehearsal. So I have some sections to finish up.
ഇൻസൈറ്റെ പറ്റി ഞാൻ ചെറിയൊരു ഔട്ട്ലുക്ക് തരാം. 6 ഫ്ലോർസ് ഉണ്ട്. ഞാൻ കൂടുതലും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. ഓരോ ഫ്ലോറിനും ഓരോ അറേഞ്ച്മെൻ്റ് ആണ്. ഞാൻ യൂണിവേഴ്സിറ്റി വ്ളോഗ് വരുമ്പോൾ ഓരോന്നിനെ പറ്റിയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് കൂടുതലും ഇഷ്ടം ഗ്രൗണ്ട് ഫ്ലോറും 6th ഫ്ലോറുമാണ്. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു സെക്ഷനാണ്, ഒരു സൈഡ് സെക്ഷനാണ്. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുന്ന മെയിൻ ഉദ്ദേശം ഇവിടെ ഒരു കഫേ പോലെ ഉണ്ട്, ഫുഡ് അവൈലബിൾ ആണ്, പിന്നെ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. കൂടുതലും പറഞ്ഞു പഠിക്കുക അല്ലെങ്കിൽ നടന്നായിരിക്കും പഠിക്കുക. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഫസ്റ്റ് ഫ്ലോറിലും അല്ലെങ്കിൽ 6th ഫ്ലോറിലും പോകാനുള്ള കാരണം. ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്ന് അങ്ങനെ വായിക്കാറില്ല. കാരണം സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവും. ഇപ്പം ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കുക ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടിരിക്കും. പഠിക്കാൻ വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ചെറിയ എന്തെങ്കിലും സ്നാക്സോ കോഫിയോ എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ കരുതിയിരിക്കും. സോ അപ്പോൾ ഒരു ഫ്രീ ടൈമിൽ എനിക്കൊന്ന് റിലീവ് ആവുകയും ചെയ്യാം, പിന്നെ തുടർന്ന് പഠിക്കാനും പറ്റും. I want to remind you that every day is a new chance to start again, to chase your dream and to make progress toward your goal. Let's make today count. സോ ഇന്നത്തെ സ്റ്റഡി സെക്ഷൻ കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ലൈബ്രറി ടൈം എന്ന് പറയുന്നത് 9:30 വരെ ഇവിടെ അവൈലബിൾ ആണ്, ഓപ്പൺ ആയിരിക്കും. എപ്പോഴും ഞാൻ ലൈബ്രറിക്ക് വന്നാൽ 9:30 വരെ ഇരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡാൻസ് സെക്ഷൻ്റെ ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി. Only way to do great work is to love what you do. You have got this. Reflect on your own accomplishment and prepare for an even better tomorrow. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. I hope you guys enjoy. Thank you. പുതിയൊരു വ്ളോഗുമായി വരുന്നവരെ ബൈ.